ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ലോ ആൻഡ് ഡിവൈസ് യൂസറാണ്, എന്നാൽ നിങ്ങൾക്ക് 3 പോലുള്ളൊരു CC നിങ്ങൾക്ക് വേണം, അതും നിങ്ങൾക്ക് കുറഞ്ഞ ടൈമിൽ. 3 നമ്മൾ യൂസ് ചെയ്യുന്നത് 50 to 40 മീൻസ് ആണ്. പക്ഷേ നമ്മൾ ഈ ഒരു കുറഞ്ഞ ടൈമെന്ന് ഉദ്ദേശിക്കുന്നത് 20 to 10 മീൻസിൽ നിങ്ങൾക്ക് 1080p + 60 fps എക്സ്പോർട്ട് ചെയ്യും വേണം. അത്തരത്തിലുള്ളൊരു CC ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു CC ആണ്. അതേപോലെ നമ്മളിതിൽ പുതിയൊരു ഹേസ് ഫ്ലെയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് എഫക്റ്റായിട്ട് മാനുവലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹേസ് ഫ്ലെയർ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ മടിയന്മാർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രീസെറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ താല്പര്യമില്ലാത്തവർക്ക് അവിടെ പോയിട്ട് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും നമുക്ക് വീട്ടിൽ കിടക്കാം. ഓക്കെ, സോ നമ്മൾ ഇതിലോട്ട് 3 റെക്റ്റാങ്കിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് റെക്റ്റാങ്കിൾ ബേസ് ആണ്, സെക്കൻഡ് റെക്റ്റാങ്കിൾ ഹേസ് ഫ്ലെയർ ആണ്, തേർഡ് റെക്റ്റാങ്കിൾ ഫിനിഷിംഗ് ലെയർ ആണ്, അതായത് ഫ്ലിക്കറിംഗ് ലെയർ. സോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, അതിനുശേഷം ഫിൽ സ്ക്രീൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്യാം. 3 എഫക്ട്സ് ആണ് നമ്മൾ എല്ലാ റെക്റ്റാങ്കിൾസിലും ആഡ് ചെയ്യുന്നത്. സോ നമ്മൾ റെക്റ്റാങ്കിൾ 1 സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് എഫക്റ്റ് എപ്പോഴും കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. സോ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആദ്യം ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കളർ ആൻഡ് ലൈറ്റിലുള്ള സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ്. അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം വൈബ്രൻസ് നമ്മളൊന്നും ചെയ്യുന്നില്ല. സാച്ചുറേഷൻ നമ്മളിവിടെ കുറച്ച് കൊടുക്കണം, -86 ആക്കി കൊടുക്കണം. 100 ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, -85 86. ഞാനിവിടെ 86 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കളർ ടെമ്പറേച്ചറാണ്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് കളർ ടെമ്പറേച്ചർ ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു റേഞ്ചിൽ ജസ്റ്റ് 1000 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ഒരു ഇത്രയും റേഞ്ചിൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനധികം കണക്ക് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ബേസ് റെക്റ്റാങ്കിളിലെ 3 എഫക്ട്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുക്കുക, അതിനുശേഷം കോൺട്രാസ്റ്റിൽ ഓവർലാക്കി കൊടുക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ഫസ്റ്റ് റെക്റ്റാങ്കിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. അടുത്ത റെക്റ്റാങ്കിൾ ഹേസ് ഫ്ലെയർ ആണ് കേട്ടോ. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആഡ് ചെയ്യേണ്ട എഫക്റ്റാണ് കോപ്പി ബാക്ക്ഗ്രൗണ്ട്. സോ ഫസ്റ്റത്തെ എഫക്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ടാണ്. ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഡിസ്ട്രക്ഷൻ ആൻഡ് വാപ്പിൽ പോയാൽ നിങ്ങൾക്ക് സ്ട്രെച്ച് സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കാണാനായിട്ട് പറ്റും. അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഇങ്ങനെയും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആംഗിൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ സ്ട്രെച്ച് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലറാണ്. ബ്ലർ സെലക്ട് ചെയ്യുക, ഗോഷ്യം ബ്ലർ ഇതിലോട്ട് ആഡ് ചെയ്യുക. വേറെ ഗോഷ്യം ബ്ലർ ആഡ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഗോഷ്യം ബ്ലർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ 0.580 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് വരിക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുക്കുക, അതിനുശേഷം ലൈറ്റ് ആണെങ്കിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക. കണ്ടോ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹേസ് ഫ്ലെയർ വന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഹേസ് ഫ്ലെയർ നിങ്ങൾ എപ്പോഴും ഒരു 36 ഒരു 35 റേഞ്ചിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. നിങ്ങളിപ്പോൾ അത് ഫുള്ളാക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഭയങ്കര ബോറായിരിക്കും. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം, പക്ഷേ ഒരു ലിമിറ്റ് വിട്ടിട്ട് കസ്റ്റമൈസ് ചെയ്യരുത്. ഞാനിവിടെ ഒരു 35 സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ ഫ്ലിക്കറിങ് ലെയറാണ്. സോ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഫിൽ സ്ക്രീൻ ചെയ്യുക, അതിനുശേഷം ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് എഫക്റ്റാണ് കോപ്പി ബാക്ക്ഗ്രൗണ്ട്, ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സ്പോഷർ ആൻഡ് ഗാമ ആണ്. സോ എക്സ്പോഷർ ആൻഡ് ഗാമ ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം എക്സ്പോഷർ എന്ന് പറയുന്നത് കറക്റ്റ് 1.00 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഫ്ലിക്കറിങ് ലെയറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സീനില്ല.
എക്സ്പോഷർ നിങ്ങൾ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലിക്കറിങ് ലെയർ ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റിയിൽ പോയാൽ നിങ്ങൾക്ക് ഫ്ലിക്കറിങ് ലെയർ കാണാനായിട്ട് പറ്റും. ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. ഫ്രീക്വൻസി ഫുള്ളാക്കി കൊടുക്കുക, സ്ട്രെങ്ത് ഫുള്ളാക്കി കൊടുക്കുക, സൈഡ് ഫുള്ളാക്കി കൊടുക്കുക, ഒക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ CC ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള ഈ ഒരു CC 3 റെക്റ്റാങ്കിൾസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 3 CC പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ അത്രയും എക്സ്പോർട്ടിങ് ടൈമൊന്നും എടുക്കില്ല. നമുക്കിത് 1080p + 60 FPS എക്സ്പോർട്ട് ചെയ്യാനും പറ്റും, അതും സ്പീഡിൽ. കണ്ടോ, നൈസ് CC ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ലോ ആൻഡ് ഡിവൈസ് യൂസേഴ്സ് 3 യൂസ് ചെയ്തിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു CC നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പുതിയൊരു ഹെയ്സ് ഫ്ലെയറും കൂടിയാണിത്. ഈ ഒരു ഹെയ്സ് ഫ്ലെയർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CC കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലിമിറ്റ് വിട്ട് കസ്റ്റമൈസ് ചെയ്യരുത്. ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി നെക്സ്റ്റ് ടൈം. ബൈ.